പക്ഷേ ശക്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവനെ താഴേക്ക് വലിക്കുന്ന ഇരുണ്ട നിഴൽ ഒരിക്കലും വിട്ടുമാറില്ല. 1812 റഷ്യൻ മണ്ണ്. ശീതകാലത്തിൻ്റെ കട്ടും വിശപ്പും രോഗങ്ങളും ഗ്രാൻഡ് ആർമിയെ മരിച്ചുപോയ ആത്മാക്കളുടെ നടപ്പാതയാക്കി. അദ്ദേഹം ജയിച്ച പല യുദ്ധങ്ങളും ആ റഷ്യൻ ശീതകാലത്ത് നഷ്ടമായി. ചരിത്രം ഉയർച്ചയും വീഴ്ചയും നിറഞ്ഞൊരു കളിയാണ്. ഒരിക്കൽ യൂറോപ്പിൻ്റെ പകുതി ഭരിച്ചിരുന്ന നാപ്പോളിയൻ ഇപ്പോൾ തോൽവിയുടെ വക്കിൽ നിന്നു. 1812 ആം വർഷം നാപ്പോളിയൻ യൂറോപ്പിൽ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ സൈന്യവുമായി 6 ലക്ഷം സൈനികർ കൂട്ടി റഷ്യയിലേക്ക് നടന്നു. എന്നാൽ വിധി മറ്റൊന്നാണ് എഴുതിയത്. റഷ്യൻ ശീതകാലം ക്രൂരമായിരുന്നു. മഞ്ഞ്, വിശപ്പ്, പിന്നെയും പിന്നെയും പിന്മാറുന്ന റഷ്യൻ സൈന്യം നാപ്പോളിയന്റെ സ്വപ്നത്തെ ഒരു ദുസ്വപ്നമാക്കി മാറ്റി. വിരോധികൾ ഒന്നിച്ചു. ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ എല്ലാവരും ചേർന്ന് അവനെ തകർക്കാനായി. 1814 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് വീണു. നാപ്പോളിയൻ സിംഹാസനം ഒഴിഞ്ഞു. സ്വയം തന്നെ കിരീടധാരിയായി പ്രഖ്യാപിച്ചിരുന്ന സാമ്രാട്ട് ഇപ്പോൾ എൽബ എന്ന് വിളിക്കുന്ന ചെറിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. പക്ഷേ നാപ്പോളിയൻ തീർന്നില്ല. അവൻ്റെ ആത്മാവ് തീ പോലെ കത്തിക്കൊണ്ടിരുന്നു. അവൻ എൽബയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫ്രാൻസിലേക്ക് തിരിച്ചു വന്നു. ഫ്രാൻസ് നിലത്തു കാലുകുത്തിയ നിമിഷം അവനെ പിടികൂടാനേച്ച സൈന്യം നിലച്ചു. അവൻ തൻ്റെ കോട്ട് തുറന്നു വിളിച്ചു, ഞാനിവിടെ. നിങ്ങളുടെ സാമ്രാട്ടിനെ കൊന്നുകളയൂ നിങ്ങൾക്കിഷ്ടമെങ്കിൽ. ഒരു തോക്കും പൊട്ടിയില്ല. അതിനു പകരം സൈന്യം മുഴങ്ങി. വിവ് ലാംഗർ. നാപ്പോളിയൻ മടങ്ങി. ഇത് തന്നെ അവൻ്റെ ചരിത്രപ്രസിദ്ധമായ 100 ഡേയ്സ് ആയിരുന്നു. യൂറോപ്പ് വീണ്ടും നടങ്ങി. പക്ഷേ വിധിക്ക് അവനായി എഴുതിയത് ഒരു അവസാന യുദ്ധഭൂമി കൂടി, വാട്ടർലൂ. ലോകത്തോട് പൊരുതാൻ ധൈര്യപ്പെട്ട സാമ്രാട്ടിൻ്റെ അവസാന അധ്യായം ബെൽജിയത്തിലെ ചളിക്കാടുകളിൽ എഴുതപ്പെടാനിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഗന്ധം നിറഞ്ഞ കാറ്റ്. ചരിത്രം ശ്വാസം പിടിച്ചു നിന്ന ദിനം വാട്ടർലൂ. 1815 ജൂൺ 18. ബെൽജിയത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമം. മണ്ണ് മുഴുവൻ മഴയിൽ നനഞ്ഞ ചളി. ആകാശം ഇരുണ്ടു. ഇടിമിന്നൽ മുഴങ്ങി. നാപ്പോളിയന്റെ മുന്നിൽ വെല്ലിംഗ്ടൺ ഡ്യൂക്ക് നയിക്കുന്ന ബ്രിട്ടീഷ് സേനയും റഷ്യൻ ജനറൽ ബ്ലൂഷർ എത്തിച്ചേരുന്ന സൈന്യവും. യൂറോപ്പിന്റെ വിധി ഒരു ദിനത്തിൽ തന്നെ തീരുമാനിക്കപ്പെടാനിരിക്കുകയാണ്. പുലർച്ചെ നാപ്പോളിയൻ തന്റെ കണ്ണുകൾ ഉയർത്തി ഒരു അവസാന വട്ടം തന്റെ സാമ്രാജ്യത്തിന്റെ ഭാവി കണ്ടു. ഒരു യുദ്ധമില്ല, ഒരേയൊരു ജയമില്ലേ, അത്രയേ വേണ്ടൂ. പീരങ്കികൾ മുഴങ്ങി. ആകാശം നടുങ്ങി. കുതിരപ്പട ചളിയിൽ മുങ്ങി മുന്നോട്ടോടി. ഫ്രഞ്ച് സൈന്യം ധൈര്യത്തോടെ ഏറ്റുമുട്ടി. പക്ഷേ മഴയിൽ കുഴഞ്ഞ പീരങ്കികൾ, ചളിയിൽ കുടുങ്ങിയ സൈനികർ എല്ലാം അവന്റെ സ്വപ്നങ്ങളെ തടഞ്ഞു. സന്ധ്യാകാലത്ത് റഷ്യൻ സൈന്യം എത്തി. ഫ്രഞ്ച് സൈന്യത്തിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറി. വാട്ടർലൂ യുദ്ധം തിരിഞ്ഞു. നാപ്പോളിയന്റെ അവസാന സാമ്രാജ്യ സ്വപ്നം പൊടിഞ്ഞു. വാട്ടർലൂ വെറും ഒരു യുദ്ധഭൂമി മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു തീരം, ഒരിടയാണ്. നാപ്പോളിയൻ തോറ്റു. അവന്റെ സാമ്രാജ്യം തകർന്നു. ചരിത്രം വാട്ടർലൂ എന്നൊരു വാക്കിലൂടെ ഒരു സാമ്രാട്ടിന്റെ അവസാനം അടയാളപ്പെടുത്തി. 1815 തോൽവിക്ക് ശേഷം നാപ്പോളിയനെ ബ്രിട്ടീഷ് സേന പിടികൂടി. അവനെ കൊണ്ടുപോയത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ നടുവിൽ സെന്റ് ഹെലേന എന്ന ചെറിയ ദ്വീപിലേക്ക്. കാറ്റിന്റെ കൊടുങ്കാറ്റും കടലിന്റെ തരംഗങ്ങളും ചുറ്റിനിന്ന ആ ദ്വീപ് ലോകത്തിൽ നിന്നുമുള്ള വേർപാടായിരുന്നു. സാമ്രാജ്യങ്ങളുടെ സ്വപ്നം കണ്ട കണ്ണുകൾ ഇപ്പോൾ സമുദ്രത്തിന്റെ അറ്റത്ത് തടവിലായി. ദ്വീപിലെ ചെറിയ വീട് ലോങ്വുഡ് ഹൗസ്. അവിടെ ഒരിക്കൽ യൂറോപ്പിനെ നടുക്കിയ സാമ്രാട്ട് ഒറ്റപ്പെടലിൽ കഴിയേണ്ടി വന്നു. രാവിലെ ജനാലക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ തിരമാലകളിൽ അവന്റെ സ്വപ്നങ്ങളുടെ സാമ്രാജ്യം മാത്രം. അവന്റെ പേന അവന്റെ അവസാന ആയുധമായി. ചരിത്രം, ഓർമ്മകൾ, തന്റെ പോരാട്ടങ്ങൾ എല്ലാം എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ യുദ്ധങ്ങൾ തോറ്റു, പക്ഷേ എൻ്റെ കഥ ലോകം ഒരിക്കലും മറക്കില്ല. 1821 മെയ് 5 51 ആം വയസ്സിൽ നാപ്പോളിയന്റെ ജീവിതം അവസാനിച്ചു. കടലിന്റെ ആഴത്തിലുള്ള കാറ്റുകൾ അവന്റെ അവസാന ശ്വാസം ഏറ്റെടുത്തു. ഒരു സാമ്രാട്ട് തടവുകാരനായി മരിച്ചെങ്കിലും ചരിത്രത്തിൽ എന്നും ഒരു ജ്വാലയായി ജീവിക്കുന്നു. നാപ്പോളിയൻ മരിച്ചു.
പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇന്നും ജീവനോടെ. അവൻ തോറ്റ യുദ്ധങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ കൊണ്ടുവന്ന ആശയങ്ങൾ ഒരിക്കലും തോൽവിയേറിയാത്തവ. അദ്ദേഹം സാമ്രാട്ടായിരുന്നു, അതേസമയം ഒരു വിപ്ലവകാരിയും. കിരീടം ധരിച്ചെങ്കിലും സാധാരണക്കാരന്റെ ഹൃദയത്തിലായിരുന്നു അവന്റെ സ്ഥാനവും ശക്തിയും. കടലുകൾ, കൊട്ടാരങ്ങൾ, സാമ്രാജ്യങ്ങൾ എല്ലാം മാറിപ്പോയി. പക്ഷേ നാപ്പോളിയൻ മനുഷ്യരുടെ മനസ്സിൽ ധൈര്യത്തിന്റെ പ്രതീകം ആയി ഇന്നും ജീവിക്കുന്നു. ജീവിതം ഒരാളുടെ വിജയം മാത്രമല്ല, ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കായി, ഒരു ദേശത്തിന്റെ ആത്മാവിനായി ചരിത്രത്തിന്റെ തീ കത്തിക്കാൻ പോരാടുന്നതാണ് മഹത്വം. നാപ്പോളിയൻ ഒറ്റയ്ക്ക് നിന്നു, ലോകത്തോട് ഏറ്റുമുട്ടി, തോറ്റു, ജയിച്ചു, വീണ്ടും തോറ്റു. എന്നാൽ ചരിത്രത്തിൽ എന്നും ഒരു ഒറ്റയാൻ സിംഹം, ഒരു മനുഷ്യൻ തന്റെ സ്വപ്നം കൊണ്ട് ലോകം നടുക്കിയ കഥ. ഇതാണ് നാപ്പോളിയൻ ബോണപാർട്ടിന്റെ ചരിത്രം. ഇതുപോലുള്ള ലോകത്തിന്റെ മറഞ്ഞുപോയ പോരാളികളെയും തനിച്ചുള്ള അവരുടെ അസാധാരണ ജീവിതങ്ങളെയും പരിചയപ്പെടാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരുടെ കഥകൾ ഈ ലോകം മറക്കരുത്.